ഈ കർഷകരിലെ പന്നീനെയൊക്കെ തുരത്താനായിട്ട് ഇലക്ട്രിക് ഫെൻസിങ് ചെയ്യാറുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. ഇലക്ട്രിക് ഫെൻസിങ് ലീഗലായിട്ടും ഇല്ലീഗലായിട്ടും ചെയ്യുന്നവരുണ്ട്. ഇതിൽ ഇല്ലീഗലായിട്ട് ഫെൻസിങ് ചെയ്യുന്നവരെ കെണിയിൽ കുടുങ്ങിയിട്ട് ഒരുപാട് പേര് മരിച്ചതായിട്ട് നമുക്കറിയാം. ഇപ്പോൾ ഈ അടുത്ത് 7-ാം തീയതി ജൂൺ 7, 2025 നിലമ്പൂരിൽ വെച്ച് ഒരു 15 വയസ്സുള്ള ഒരു പയ്യനാണ് മരണപ്പെട്ടിരിക്കുന്നത്. എന്നാൽ നമ്മൾ പറയാൻ പോകുന്ന ഈ കാര്യമല്ല, 2023 സെപ്റ്റംബറിൽ നടന്നൊരു കാര്യത്തിനെ കുറിച്ചാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. എന്നാൽ ആ സംഭവം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ക്രൈം ത്രില്ലറാണോ ഞാൻ പറഞ്ഞതെന്ന് പോലും തോന്നിപ്പോകും. അപ്പോൾ നമുക്ക് തുടങ്ങാം. പാലക്കാടിനടുത്തുള്ള ഒരു പ്രദേശമാണ് കൊടുമ്പ്. കൊടുമ്പിൽ നിന്ന് കുറച്ച് അകലെയായിട്ട് വെനോലി എന്നൊരു പ്രദേശമുണ്ട്. 2023 സെപ്റ്റംബർ 24 ഒരു ഞായറാഴ്ചയായിരുന്നു. അന്ന് ഈ വെനോലി എന്ന് പറഞ്ഞ പ്രദേശത്ത് കുറച്ച് ചെറുപ്പക്കാരെല്ലാം ചേർന്ന് അടിയും വഴക്കും ഉണ്ടാവുന്നു. ഈ അടിപിടിക്കിടയിൽ പരിക്ക് പറ്റിയിട്ടുള്ള ചിലർ കസബ സ്റ്റേഷനിൽ പോയിട്ട് പരാതിപ്പെട്ടു. പോലീസ് ഉടനെ തന്നെ FIR രജിസ്റ്റർ ചെയ്ത് കണ്ടാൽ അറിയാവുന്ന 10 പേരുടെ മേൽ കേസ് എടുക്കുകയും ചെയ്തു. അതിലൊരു 4 പേര് സതീഷ്, ഷിജിത്ത്, അബിൻ, അജിത്ത് എന്നിവർ സുഹൃത്തുക്കളായിരുന്നു. ഈ 4 പേരും രാത്രിക്ക് രാത്രി ഈ പോലീസ് പിടിച്ചാലൊന്നും ഭയന്നിട്ട് നാട് വിടാൻ തീരുമാനിച്ചു. ഈ കൊടുമ്പെന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെ കിടക്കുന്ന മറ്റൊരു സ്ഥലമായിട്ടുള്ള അമ്പലപ്പറമ്പിലുള്ള സതീഷിൻ്റെ ബന്ധു വീട്ടിലേക്ക് പോകാനാണ് അവർ തീരുമാനിച്ചത്. ഇതേ സമയത്ത് തന്നെ ഇവരെ അന്വേഷിച്ചിറങ്ങിയ പോലീസിൻ്റെ മുമ്പിൽ ഇവർ ചെന്ന് വിട്ടു. 4 പേരും 2 വഴിക്ക് തെറിച്ചോടി. അങ്ങനെ കുറച്ചൊന്ന് ഇരുട്ടി കഴിഞ്ഞപ്പോഴേക്കും അബിനും അജിത്തും സതീഷിൻ്റെ ബന്ധു വീട്ടിലെത്തി. അപ്പോഴും സതീഷും ഷിജിത്തും അവിടെ എത്തിയിരുന്നില്ല. ഇവർ 2 പേരും അവരെ മൊബൈലിൽ വിളിക്കാൻ ശ്രമിച്ചും കിട്ടാതായപ്പോൾ ഇവർക്ക് ആകെ കൂടിയിട്ട് ടെൻഷനായി. ഇനി അവർ 2 പേരും എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയാണോ അതോ പോലീസിന് പിടികൊടുത്തോ പോലീസ് പിടിച്ചോ ഒന്നും അറിയില്ല ഇവർക്ക്. അതുകൊണ്ട് തന്നെ ഈ കാര്യം അവരവരുടെ ബന്ധുക്കളെ ഇല്ലെങ്കിൽ വീട്ടിൽ അറിയിച്ചു. ഇതിനെ തുടർന്ന് സതീഷിൻ്റെയും ഷിജിൻ്റെയും വീട്ടുകാർ ചൊവ്വാഴ്ച രാവിലെ തന്നെ കസബ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതിപ്പെട്ടു. പോലീസ് ഉടൻ തന്നെ ഇതൊരു മാൻ മിസ്സിംഗ് കേസായിട്ട് ഫയൽ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം തങ്ങൾക്ക് ഇനി രക്ഷപ്പെടാനാവില്ലെന്ന് തോന്നിയതുകൊണ്ടായിരിക്കാം അബിനും അജിത്തും കസബ പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങി. പോലീസുകാർ അവരെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ പോലീസുകാർക്ക് മനസ്സിലാവുന്നത് ഇതിലെന്തോ ഒരു പ്രശ്നമുണ്ട്. ഒരുപക്ഷെ ഇന്നലെ ഇവർ പ്രശ്നമുണ്ടാക്കിയ ആൾക്കാരെ കയ്യിലെങ്ങാനും കുടുങ്ങിക്കാണുമെന്ന പോലീസുകാരെ ഏറ്റവും വലിയ ഭയം ഉണ്ടായിരുന്നത്. അതിലൊന്ന് 2 ആൾക്കാരെ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കും ഈ കാര്യത്തിനെ പറ്റി വലിയ പിടുത്തമൊന്നും ഇല്ലെന്നാണ് അവർ പറഞ്ഞത്. ഉടനെ തന്നെ പോലീസുകാർ ഒരു ടീമായിട്ട് തിരിഞ്ഞ് അമ്പലപ്പാറ, കൊടുമ്പ് ചുറ്റുമുള്ള പ്രദേശങ്ങളിലെല്ലാം തിരച്ചിൽ ആരംഭിച്ചു. പോലീസുകാരെ സഹായിക്കാൻ നാട്ടുകാരും കൂടെ ഉണ്ടായിരുന്നു. ചൊവ്വാഴ്ച മൊത്തം തെരഞ്ഞിട്ടും ഇവരെ കണ്ടെത്താൻ പറ്റിയില്ല. എന്നാൽ ബുധനാഴ്ച തിരച്ചിൽ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നാട്ടുകാരിൽ ഒരാൾ പറയുന്നത് അമ്പലപ്പറമ്പിലെ കോളനിക്കടുത്തുള്ള ആനന്ദിൻ്റെ നെൽപ്പാടത്തെ നടുക്ക് മണ്ണിളായി കിടക്കുന്നത് കണ്ടായിരുന്നു അത്ര അദ്ദേഹം. പോലീസുകാർക്ക് എല്ലാ രീതിയിലും ചിന്തിക്കണമല്ലോ. അങ്ങനെ പോലീസുകാർ നാട്ടുകാരും ഒത്ത് ഈ സ്ഥലത്തെത്തി. ഇനിയാണ് സംഭവത്തിലെ ട്വിസ്റ്റ്. പോലീസുകാർ നോക്കുമ്പോൾ അത് പാടത്തിന് നടുക്ക് മണ്ണിളായി കിടക്കുന്നുണ്ട്. ഉടനെ പോലീസുകാർ ഓർഡർ കൊടുത്തു അവിടെ കുഴിച്ച് നോക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ആൾക്കാരൊക്കെ വന്ന് അവിടെ കുഴിക്കാൻ തുടങ്ങി. കുഴിച്ച് കുറച്ച് ചെന്നപ്പോഴേക്കും അവിടെ 2 മൃതദേഹം അവർക്ക് ലഭിച്ചു. തെക്കേക്കുന്നം ഷിജിത്ത് 22 വയസ്സ്, കലണ്ടിത്തറ സതീഷ് 22 വയസ്സ്. അത് ഇവർ ഇത്ര നേരം അന്വേഷിച്ച് നടന്ന ഷിജിത്തിൻ്റെയും സതീഷിൻ്റെയും മൃതദേഹം തന്നെയാണ് അവിടെ നിന്ന് ലഭിച്ചത്. ഈ സംഭവമൊക്കെ അറിഞ്ഞ ആനന്ദ്കുമാർ ഒളിക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും അയാളെ കണ്ടുപിടിച്ച് ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറഞ്ഞ സംഭവങ്ങൾ തികച്ചും അവിശ്വസനീയമായിരുന്നു അത്രേ. ആനന്ദ് ഒരു സാധാരണ കൃഷിക്കാരനാണ്. ദിവസവും രാവിലെ നീച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം തൻ്റെ പച്ചക്കറിയും നെല്ലിനോടും അല്ലെങ്കിൽ വയലിലൊക്കെ പോയി ഒന്ന് സമയം ചിലവാക്കുന്നത് പുള്ളിക്കാരൻ്റെ ഒരു ശീലമാണ്. ഈ സംഭവം നടക്കുന്ന 2023 സെപ്റ്റംബർ 26 ആനന്ദ് അദ്ദേഹത്തിൻ്റെ പച്ചക്കറിയും നെല്ലെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് പാടത്തേക്കൊന്ന് ഇറങ്ങി. എന്നാൽ അവിടെ എത്തിയപ്പോൾ പുള്ളിക്കാരൻ കണ്ടത് ഒരു ഞെട്ടിക്കുന്ന കാഴ്ചയാണ്. ആനന്ദിൻ്റെ കൃഷിഭൂമിയിൽ 2 പേർ, അതായത് 2 ചെറുപ്പക്കാർ മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് ആനന്ദ് കണ്ടത്. അവരെവിടുത്തുകാരാണെന്നോ അവരെ പേരെന്താണെന്നോ ഒന്നും ആനന്ദിന് അറിയില്ല. എന്ത് ചെയ്യുമെന്നറിയാതെ ആളാകെ പകച്ചുപോയി. രാത്രി നാട്ടിൽ നിന്ന് ഓടിപ്പോന്ന സതീഷും ഷിജിത്തും ആനന്ദിൻ്റെ വയല് ക്രോസ് ചെയ്ത് പോകാൻ ശ്രമിച്ചു കാണും. എന്നാൽ ഈ ആനന്ദ് പന്നികളെ പിടിക്കാനായി ഒരുക്കി വെച്ചിരുന്ന വൈദ്യുത കെണിയിലേക്കാണ് തങ്ങൾ നടന്നെടുക്കുന്നതെന്ന് അവരറിഞ്ഞില്ല. പൊതുവെ എല്ലായിടത്തും ഉണ്ടെങ്കിലും അമ്പലപ്പാറ പ്രദേശങ്ങളിൽ കാട്ടുപന്നി ശല്യം ഭീകരമാണ്.
കാട്ടുപന്നി ശല്യം കാരണം കൃഷി ചെയ്യാനാവാത്ത അവസ്ഥയാണ് അവിടെ പലർക്കും. അങ്ങനെ ഇരിക്കെയാണ് ഇലക്ട്രോണിക്സ് കട നടത്തി മുൻപരിചയമുള്ള ആനന്ദ് തൻ്റെ സ്വന്തം ഐഡിയയിൽ പന്നികളെ പിടിക്കാൻ ഒരു കെണി ഒരുക്കുന്നത്. അതിനായിട്ട് അടുത്തുള്ള ബാത്റൂമിൽ നിന്ന് കറണ്ട് എടുത്തിട്ട് ലൈൻ പാടത്ത് വിരിച്ചിട്ടിരിക്കുന്ന വയറുകളിലേക്ക് കണക്ട് ചെയ്താൽ മാത്രം മതിയായിരുന്നു. അതായത് രാവിലെ പറമ്പിലേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ പാടത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ വൈദ്യുതി സ്വിച്ചൊക്കെ ഓഫാക്കി വയ്ക്കും. രാത്രി പാടത്തുനിന്ന് കയറി വരുന്ന സമയത്ത് ഇത് ഓണാക്കി വയ്ക്കും. രാത്രി സമയത്ത് ഈ കൃഷി നശിപ്പിക്കാൻ വരുന്ന പന്നികളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവികൾ ഈ വൈദ്യുത കമ്പിലൊന്നും തൊടുകയില്ലെങ്കിൽ അവർക്ക് ഈ വൈദ്യുത കമ്പി അവരെ മേലൊന്ന് സ്പർശിച്ചാൽ മതി. ഒന്നെങ്കിൽ അത് ചാവും, ഇല്ലെങ്കിൽ അത് പേടിച്ച് ഇവിടുന്ന് ഓടും. പക്ഷേ 24 സെപ്റ്റംബർ രാത്രി കെണിയുടെ സ്വിച്ച് ഓണാക്കി വരുമ്പോൾ ആനന്ദിൽ അറിയില്ലായിരുന്നു അത് 2 ചെറുപ്പക്കാരെ ജീവൻ എടുക്കുമെന്ന്. ഒരുപക്ഷെ 2 ചെറുപ്പക്കാരും ഇതിൽ വന്നിരിക്കാം, അവരറിയാതെ ഇതിൽ ചവിട്ടിയിരിക്കാം. 2 പേരും ഷോക്കേറ്റ് തന്നെയാണ് മരിച്ചിരിക്കുന്നത്. ആനന്ദ് എന്ത് ചെയ്യണമെന്നറിയാതെ തിരികെ വീട്ടിലെത്തി. രാത്രി വരെ ഇരുന്ന് ചിന്തിച്ചു. രാത്രി അയാൾ കാത്തിരുന്നു. ആനന്ദിൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പകൽ മുഴുവൻ ആ പാടത്ത് കിടന്നിരുന്ന മൃതദേഹം ആരുടെയും കണ്ണുപെട്ടിട്ടില്ല. ആ മൃതദേഹങ്ങൾ തീർച്ചയായിട്ടും അഴുകാൻ തുടങ്ങിക്കാണും. പ്ലാൻ പ്രകാരം പാടത്തെത്തിയ ആനന്ദ് ആദ്യം തന്നെ ഈ മൃതദേഹങ്ങളുടെ വസ്ത്രങ്ങളും ചെരുപ്പൊക്കെ അഴിച്ചു മാറ്റി. എന്നിട്ട് കുറച്ചു മാറി ഒരു വലിയ കുഴിയെടുത്തു. ഏകദേശം 10 മീറ്ററോളം ഈ മൃതദേഹങ്ങൾ വലിച്ചിഴച്ച് ഈ കുഴിക്കരികിൽ കൊണ്ടുപോയി വച്ചു. അതിനുശേഷം ആനന്ദ് ഒരു അസാധാരണ കാര്യം ചെയ്തു. ഒരു സാധാരണക്കാരൻ ചെയ്യാൻ ഭയപ്പെടുന്ന അറയ്ക്കുന്ന ഒരു സംഭവം. കുഴിക്കരികിൽ കിടക്കുന്ന 2 മൃതദേഹങ്ങളുടെയും വയർ ഇയാൾ കത്തി കൊണ്ട് കീറി. പെട്ടെന്ന് തന്നെ മൃതദേഹം അഴുകാൻ വേണ്ടിയിട്ടാണ് അയാൾ അത് ചെയ്തത്. അതിനുശേഷം ആ മൃതദേഹങ്ങൾ കുഴിയിലേക്ക് തള്ളിയിട്ട് മണ്ണിട്ട് മൂടി. അതിനുശേഷം തിരിച്ചെത്തിയ ആനന്ദ് കുഴിക്കാൻ ഉപയോഗിച്ച ഷവൽ ഒരു പഴയ ഫ്രിഡ്ജിനകത്ത് മറച്ചു വച്ചു. അതിനുശേഷം ഇവരിൽ നിന്ന് അഴിച്ചു മാറ്റിയ വസ്ത്രങ്ങളും ചെരുപ്പുമൊക്കെ മലമ്പുഴ കനാലിൻ്റെ സൈഡിൽ അവിടെ ഇവിടെയൊക്കെയായിട്ട് ഉപേക്ഷിച്ചു പോന്നു. ഫോൺ കാട്ടിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. നടന്ന സംഭവങ്ങളെല്ലാം ആനന്ദ് തെളിച്ചു പറയുകയും കുറ്റസമ്മതം നടത്തുകയും ചെയ്തു. പോലീസുകാർ 2 പേരും മൃതദേഹങ്ങൾ അവരവരെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്ത് ആ ചടങ്ങിന് സാക്ഷിയായി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 2 പേരുടെയും ദേഹത്ത് കറണ്ട് കമ്പി കൊണ്ട് പൊള്ളിയ പാടുണ്ടായിരുന്നു അത്രേ. KSEBിയുടെ അനുവാദം വാങ്ങാതെ ഇല്ലീഗലായി വൈദ്യുത ലൈൻ വലിച്ചതിനും മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കും തെളിവുകൾ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചതിനുമായിരിക്കാം ആനന്ദിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക. ഒരുപക്ഷെ ആനന്ദ് ആദ്യം തന്നെ ഈ കാര്യം, അതായത് ഈ 2 ചെറുപ്പക്കാരുടെ മരണകാര്യം പോലീസിൽ അറിയിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇത്രയധികം ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ ഇതിലൂടെ നമുക്ക് മനസ്സിലായി ആനന്ദിൻ്റെ ഉള്ളിൽ ഒരു മൃഗമുണ്ടെന്ന്. ആനന്ദിൻ്റെ ഉള്ളിൽ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിലും ഓരോ മൃഗമുണ്ട്.